ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് എളുപ്പത്തിലൊരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓണമൊക്കെ വരികയാണല്ലോ, അപ്പോൾ സദ്യൻ്റെ കൂടെയൊക്കെ തോരൻ ഉണ്ടാക്കണ ബീറ്റ്റൂട്ട് കൊണ്ട് എങ്ങനെയെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ സവാള ഇട്ട് കൊടുക്കണ എന്തിനാ അറിയോ, ഈ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പച്ചച്ചോവ ഉണ്ടാവുമല്ലോ, ആ ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ആദ്യം കടുക് പൊട്ടിയിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഈ പച്ചമുളക് ഉണ്ടല്ലോ ഞാൻ എല്ലാത്തുക്കും പിന്നെ ഇങ്ങനെ നടു പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ നുറുക്കി ഞാൻ ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തതിലൊക്കെ ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ പൊളിച്ച് നീളത്തിൽ ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കണതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ അതേപോലെ മുട്ട ചില്ലിയാക്കി ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കണേലും പിന്നെ എന്ത് ഉപ്പേരിയും തോരനൊക്കെ വെക്കുകയാണെങ്കിലും ഞാനിങ്ങനെ ചെയ്യാം കേട്ടോ. ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മുളക് കടിച്ചൂലേ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്താ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അതിൽ ഉണ്ടാവും ചെയ്യും. ആ മുളക് എന്ന് നമുക്ക് എടുത്ത് ഇടാനും പറ്റും. പക്ഷെ അത് പിന്നെ അങ്ങനെയാണ് ടേസ്റ്റ്. അരിഞ്ഞിടണക്കാട്ടി ഇതുപോലെ അങ്ങനെ ഇങ്ങനെ കീറിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ട് എല്ലാവരും. അപ്പം ഇങ്ങനെ സവാളയും പച്ചമുളകും കരിവേപ്പും കടും ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതാ ബീറ്റ്റൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടിക്കോളും. മറ്റേ നമ്മൾ അരിഞ്ഞിട്ടും അങ്ങനെ കുഞ്ഞി അരിഞ്ഞ് അങ്ങനെയും വെക്കാം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ആകുമ്പോൾ വേറെ ടേസ്റ്റാണ്. രണ്ട് ടൈപ്പിലും വെക്കും. ബീറ്റ്റൂട്ടിനൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ബ്ലഡ് കണ്ടൻറ്റൊക്കെ നന്നായിട്ട് അടങ്ങിയൊരു വെജിറ്റബിളാണ്. അപ്പോൾ പിന്നെ മോനുണ്ടല്ലോ ഇങ്ങനെ ഈ പുട്ടിക്കൊക്കെ അവന് കറി പറ്റൂല. പുട്ട് ചപ്പാത്തി ഇതിക്കൊക്കെ പിന്നെ മുട്ട ഇങ്ങനെ ചില്ലിയാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എന്ത് കറിയായാലും പറ്റൂല. അപ്പോൾ ഞാൻ അവനൊരു പിന്നെ മുട്ട ചില്ലി ഉണ്ടാക്കുന്ന ഇതിൻ്റെ കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. അതിനായിട്ട് ഞാൻ ഉള്ളി ഒന്ന് പിന്നെ നീളത്തിലരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് കീറിയതും പിന്നെ തക്കാളി അരിഞ്ഞതും കരിവേപ്പും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇത് നല്ലോണം വാടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെടീൻ്റെ ഒരു സങ്കടാവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ അത്ര വേവിൻ്റെ ആവശ്യമില്ലല്ലോ, എളുപ്പം വെന്തിട്ടിക്കോളും. വെള്ളമൊന്നും ഒഴിക്കും വേണ്ട, ആവിയിൽ കിടന്നിട്ട് തന്നെ എളുപ്പം വേവായി കിട്ടും. പിന്നെ അപ്പം എൻ്റെ ചെടി ഉണ്ടല്ലോ ഇത് എന്താ അറിയോ, ഞാൻ യൂഫോബിയാണ്. അതിപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നമ്മൾ വീടിന് സൈഡിൽ വെച്ചത് കഴിഞ്ഞിട്ടോ. ഇതിന് നല്ല പൂക്കളൊക്കെ എല്ലാവരും വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഇതാണ് ഞാൻ സങ്കടമായിട്ടില്ലേ പറഞ്ഞത്. ഇതെന്താ വെച്ചാൽ പിന്നെ ഇതൊക്കെ കണ്ടൊക്കെ അതിൻ്റെ ഇലയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിന്നതിനാണ്. കുഞ്ഞു ബേബി പ്ലാന്റാണ് നമ്മളെ. പിന്നെ അതൊക്കെ ഞാനിങ്ങനെ വേറെ ആക്കി വെച്ചതിന്. അപ്പോൾ ഇതൊക്കെ കണ്ട പൂക്കൾ തിന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഭംഗി എല്ലാ ഇലയൊക്കെ തിന്ന് കഴിഞ്ഞൊക്കെയാണ്. ചില കോട്ട ഇങ്ങനെ ഇതായിട്ടും ഒക്കെ തിന്ന് അതിൻ്റെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു മരുന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അത് ഫലം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ.
അതൊക്കെ യൂഫോബിയാണ്. ഞാൻ ഇങ്ങനെ ഇപ്പോൾ കണ്ടതൊക്കെ വെറും ഇതെന്താ ഞാൻ കാണിക്കാൻ കാരണം വെച്ചാൽ ഇതിലൊക്കെ നിറയെ പൂവുണ്ടാകുന്ന ഒരു സീസണാണ്. നമ്മൾ നല്ല വേനൽക്ക് വെയിൽ സമയത്ത് ഈ സമയത്ത് ഇതിന് പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം പിന്നെ ഇങ്ങനെ വീടിന് സൈഡിൽ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ ഞാനതിനൊക്കെ മുറ്റത്തേക്ക് വെച്ച് കൊടുക്കും, വെയിലിട്ട് കൊടുക്കും. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ മുട്ടക്കില്ലേ ഇതൊക്കെ റെഡി നല്ലോണം വാടി വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ, പുട്ടൊക്കെ ആരെങ്കിലുമൊക്കെ മുട്ടയൊക്കെ കൂട്ടി കഴിക്കുമോ? കറിയല്ലേ നമുക്കൊക്കെ വേണ്ടി. ഇവിടെ ഇവർക്കൊക്കെ എല്ലാം ഒരു പ്രത്യേക ഇതാണ്. പിന്നെ ചപ്പാത്തിക്ക് ഇതേപോലെ കറി പറ്റൂല അങ്ങനെ. പിന്നെ ഇതെന്താ പറയുക, വെള്ളം വെച്ചത് ഞാൻ ചോറ് എന്നും കുക്കറിലാണ് വെക്കുക. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും കുക്കറിൽ വെക്കണം അത്ര പെർഫെക്റ്റ് ആവില്ല എന്നറിയും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെയും ആ യൂഫോബിയൻ്റെ ഫ്ലവറുള്ളത് ഞാൻ ലിങ്ക് രണ്ടും കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കുക്കറിൽ ഞാൻ സ്ഥിരം കുക്കറിൽ നമ്മളെ പ്രഷർ കുക്കറില്ലേ അതിലാണ് ചോറൊക്കെ, റൈസ് കുക്കറല്ല കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ ഒരു 2 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ആവിയൊക്കെ ഇതൊക്കെ പ്രഷറൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ ചോറ് വെള്ളം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ചോറ്, പിന്നെ നമ്മൾ സാധാ എന്തെല്ലാം നമ്മൾ വാർത്തെടുക്കുക അല്ലെങ്കിൽ കോരി കൊണ്ട് ഊറ്റിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ചോറായി കിട്ടും. നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന ചോറില്ലേ, വിറകൊക്കെ കത്തിച്ചില്ലേ, അങ്ങനത്തെ ചോറായിട്ടുണ്ടാവും. അങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചോറിന് വാർക്കാല വെള്ളമാണ് വെച്ചത്. മുട്ടയൊക്കെ ഒഴിച്ച് നല്ല പിന്നെ ചില്ലിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അപ്പം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം. ലൈക്കും കമൻറ്റൊക്കെ ശരിക്കുള്ള കമൻറ്റ് ഒക്കെ ഇടണം കേട്ടോ. എന്തെൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം അല്ലെങ്കിൽ എന്തൊക്കെയെന്നില്ല ഒക്കെ ശരിക്കുള്ള അഭിപ്രായമൊക്കെ ഇടണേ. ഓക്കെ താങ്ക് യു. അസ്സലാമു അലൈക്കും.